യാത്ര ജക്കാർത്തേക്കാണ്. അപ്പോ ഞാൻ അന്നത്തെ ഫുഡ് രാവിലത്തെ ഫുഡ് പ്രിപ്പയർ ചെയ്യണത് ഞാനാണ്. അപ്പൊ അത് കഴിഞ്ഞാൽ ഇത് കഴിച്ച് ഞങ്ങൾ ഉടൻ ജക്കാർത്തേക്ക് പോകും. മാർക്കറ്റിൽ പോയി സാധനം വാങ്ങിച്ചു. ഗുഡ് മോർണിംഗ് പ്രിയമുള്ളവരെ. പിന്നെ ഇന്നലെ വീഡിയോ ആയിട്ടൊക്കെ വരാമെന്ന് വിചാരിച്ചിരുന്നാണ്. പക്ഷേ ഇന്നലെ മടി പിടിച്ച് ഇവിടെ റൂമിൽ തന്നെ കിടന്ന്. കാരണം വന്ന് രണ്ടാമത്തെ ദിവസമാണ്, ഒന്ന് റെസ്റ്റ് എടുക്കാമെന്നൊക്കെ കരുതി. അപ്പോൾ ഇന്നിപ്പോൾ ഞങ്ങളെ മിസ്റ്റർ ഹാരിനെയും കൂട്ടിയിട്ട് ഞാനും ബാബും സാബിർ ഭായും കൂടി എന്താണ് ബ്രേക്ക്ഫാസ്റ്റിനുള്ള സാധനങ്ങൾ ഇട്ട് ഞങ്ങൾ ഇപ്പോൾ തന്നെ ഉണ്ടാക്കാൻ പോവാ. ഓക്കെ ആര് ആര് അപ്പൊ ബാബു എന്താ പരിപാടി ബാബു? ഇന്ന് ട്രഡീഷണൽ അപ്പോൾ ഇവിടുത്തെ ഈ ട്രഡീഷണൽ മാർക്കറ്റ് എന്ന് പറഞ്ഞത് നമ്മളൊപ്പമുള്ള ഹാരി കൊണ്ടുപോകട്ടെ. നമ്മളെ ഹാരി മുന്നിലെ ലീഡറായിട്ട് പോകുന്നുണ്ട്. ഏതൊക്കെ ഇടവഴികളിലൂടെ ഒക്കെ നടക്കട്ടെ. കുറേ നടന്ന് ഇവിടെ അടുത്താണ് പറഞ്ഞത്. ഇവിടെ ഓരോ വീടുകളൊക്കെ ഉണ്ടത്. ഇതൊക്കെ ഓരോ വീടാണ്. ഇതാ കണ്ടില്ലേ. അപ്പോൾ ഞങ്ങളിങ്ങനെ മാർക്കറ്റിൽ എത്തിയെന്നാണ് തോന്നുന്നത് കേട്ടോ. ഓക്കെ, എന്താണ് ഇവിടുത്തെ മാർക്കറ്റ് നമുക്ക് കാണണ്ടേ. നമ്മളാ റൂമിൻ്റെ ബാക്ക് വശത്തുള്ള പോയല്ലേ, അത് വൈകിട്ട് ഇവിടെ എത്തിക്കുന്നത്. ഇവിടെ ഉണ്ട് കേട്ടോ, ഈ വൈക്ക കൂടിയും കാണാം. ഇതിൻ്റെ ഇറങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ മീനൊക്കെ കിട്ടിക്കൂടായില്ല. ഓരോരോ നാട്ടിലും ഓരോരോ ഭക്ഷണ രീതി കേട്ടോ. അത് ബ്രേക്ക്ഫാസ്റ്റിന് എന്തോ ഒരു സാധനം ഉണ്ടാക്കട്ടെ. അപ്പം നാമഞ്ഞ മറാങ്കി നാസി ഓ കളാപ്പ എന്ന് പറഞ്ഞാൽ കോക്കനട്ട്, നാസി എന്ന് പറഞ്ഞാൽ റൈസ് ഇട്ടാ. ഇത് വെച്ചിട്ട് ഉണ്ടാക്കണ കേട്ടാ. സറപ്പാൻ എനക്കാ യാ യെസ് യെസ് ഓക്കെ. കൊറേ ഇങ്ങോട്ട് നടന്നു വന്നപ്പോ ഇവിടുത്തെ തേങ്ങന്റെ ഒക്കെ ഒരു വലുപ്പം കണ്ട. കിളാപ്പ ഇവിടെ തേങ്ങക്ക് കിളാപ്പാന്ന് പറയട്ടോ. നിങ്ങൾ നോക്കി, നമ്മൾ പൊളിച്ചൊക്കെ എടുക്കുന്നതിന്റെ മുമ്പുള്ള തേങ്ങന്റെ വലുപ്പട്ടത് വേണ്ട. ബാബുവിന്റെ കയ്യിൽ അടിപൊളിയല്ലേ. ഇതിന് അതിനതാക്കിയിട്ട് തേങ്ങന്റെ പാലെടുക്കേണ്ടത്. കമ്മോ പോവാത്ത സൂസു സൂസു കിളാപ്പ സൂസു കിളാപ്പ സൂസു സൂസു കിളാപ്പ. ഇതിങ്ങനെ പാക്ക് ചെയ്തിട്ടേ പാലാക്കിയിട്ട് ഇവര് ഇതാക്കട്ടാ. ഇതണ്ട, ഇത് വിൽക്കാനുള്ളതാണ്. നല്ല വൃത്തിയിലാണ് ചെയ്യണോക്കട്ടാ. തേങ്ങാപ്പീര അത് വേറെ മാറ്റുണ്ട്. അതിന് എന്താ ചെയ്യണമെന്ന് അറിയില്ല. പക്ഷെ തേങ്ങയുടെ വലുപ്പം നോക്കി അതാണ്. ഇവിടെ ഇറച്ചിയാണ് വെക്കുന്നത്. ട്രഡീഷണൽ ആയത് ചിക്കൻ കണ്ടോ. എല്ലാവിധ വെജിറ്റബിൾസ് മുതൽ എല്ലാ സാധനങ്ങളും ഉണ്ട്. രാവിലെ സജീവമാട്ടോ. ഈ മാർക്കറ്റിന് പറഞ്ഞ ട്രഡീഷണൽ മാർക്കറ്റ് എന്നാണ്. ഇത് നമ്മളെ സലാഡിനൊക്കെ പറ്റും പല ഇലകൾ നമ്മളെ നാട്ടിൽ കിട്ടണമുണ്ട്, കിട്ടാത്തതുണ്ട്. ചാമ്പക്കൻ്റെ ഒക്കെ കളറുണ്ട്. നിങ്ങൾ ചാമ്പക്കൻ്റെ ഒക്കെ കളറ് സൂപ്പറാണ്. ഇത് എന്തോ നമ്മളെ നാട്ടിൽ എനിക്കറിയില്ല കേട്ടോ. അത് നമ്മളെ നാട്ടിൽ ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ കറി വെക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. അത് ഇരു സൈഡിലായിട്ട് വലിയൊരു മാർക്കറ്റാണ്. അവർ വിളിക്കുന്ന ഇതിനെ ട്രഡീഷണൽ മാർക്കറ്റിൽ നിന്നാണ്. അതുപോലെ ഫ്രൂട്ട്സ് ഉണ്ട്. ചാമ്പക്ക, ചെറിയ ഓറഞ്ച്. ഇത് മംഗോസ്റ്റിനാണ്. മംഗോസ്റ്റിൻ ഒക്കെ ഇവിടെ സുലഭട്ടാ. പപ്പായ, പേരക്ക കണ്ട. അതേപോലെ തന്നെ അതിൻ്റെ ഇടക്കും തിലക്കും ഒക്കെ ഓരോ ചിക്കൻ കട അങ്ങനെയുള്ളതൊക്കെ ഉണ്ട്. ഇത് നമ്മളെ സെക്കൻഡ് ഹാൻഡ് വാച്ച് കടയെന്ന് തോന്നുന്നു. വാച്ച് കടകളുണ്ട്. നമ്മളെ നാട്ടിലത്തെ പോലെ തന്നെ ഇടക്കും മരുന്ന് പീടിയുണ്ട്. ഇങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അത് ഇത്രത്തോളം നീണ്ട് കിടക്കട്ടെ മാർക്കറ്റ്. രാവിലത്തെ കച്ചവടത്തിൻ്റെ തിരക്കട്ടെ കാണുന്നത്. ബാബും ആര്യയും പിന്നെ സാബിർ ഭായും കൂടി പേരൊക്കെ വാങ്ങിക്കാനുള്ള പരിപാടി കേട്ടോ. പപ്പായ ഉണ്ട് കേട്ടോ. എപ്പോഴും ചിക്കന്. ഹായ്, ഗുഡ് മോർണിംഗ്. അപ്പൊ ഖബർ എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലിയാണ്. അതാണ് ഇവിടുത്തെ മെയിൻ ഇത്. ഗാദു അപ്പൊ ഗാദു അപ്പൊ അവക്കാഡോ മക്കാൻ ഗാഡു ഗാഡു. ഓക്കെ ഓക്കെ, താങ്ക് യു. ഇവിടെ ഉണ്ട് കുറെ ഫുഡ് ഐറ്റംസ് ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ മീനൊക്കെ ഉണ്ട്.
പേരക്കനൊക്കെ വലുപ്പം കണ്ടില്ല, വലിയ വലിയ പേരക്ക കാര്യങ്ങളൊക്കെ ഇട്ടാ. ഇതെന്ത് വേറെന്തൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ മക്കളെ ഈ കാണുന്നൊക്കെ കണ്ട, ഇതൊക്കെ ഉണക്കലാണ്. അതായത് എന്താ പറയാ, വളരെ മൈന്യൂട്ടായിട്ടുള്ള മീനുകളാട്ടോ. നിങ്ങൾ കണ്ടാൽ വളരെ മൈന്യൂട്ട്. ഇത് നന്നാക്കിയിട്ട് ഇത് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കട്ടെ. നമ്മുടെ നാട്ടിൽ എന്താ പറയുക, ഞങ്ങളവിടെ ചെള്ളിന്ന് പറയട്ടെ. ഈ ഉണക്ക ചെമ്മീനൊക്കെ എൻ്റെ കുട്ടികളില്ലേ. പക്ഷേ ഇത് കണ്ടത് പല കളറിൽ പല ടൈപ്പ് മീനുകൾ ഇതാക്കിയിട്ട് കണ്ടില്ലേ, വളരെ മൈന്യൂട്ടായിട്ടുള്ള സംഭവമാണ്. അവിടെ കസ്റ്റമറൊക്കെ ഇഷ്ടം പോലെ കസ്റ്റമർമാരുണ്ടോ. സലാമത്ത് പാക്കി. All people here are very friendly, okay? All people very good. Indonesian people are very great. കുറച്ച് കഴിഞ്ഞാൽ ജക്കാർത്തയിലൊക്കെ പോകാനുള്ള പരിപാടി. അപ്പോൾ ഞങ്ങൾ എന്തായാലും മംഗോസ്റ്റിന് വാങ്ങിക്കട്ടോ. എന്തൊക്കെ വാങ്ങിക്കണ്ടേ സാബിർ ഭായ്? പറ്റില്ല എന്നാ ഓക്കെ. ഇവിടൊക്കെ നമ്മളെ നാട്ടിലത്തെ അതേപോലെ തന്നെ പേസലൊക്കെ നന്നായിട്ട് നടക്കണ്ട. പേസുണ്ട്, പല പ്രൊഡക്ട്സ് ഉണ്ട്. പിന്നെ അതേപോലെ നല്ല ബ്രേക്ക്ഫാസ്റ്റിൻ്റെ മണമൊക്കെ വരുന്നുണ്ട്. ഇതെന്താ സംഭവം? റൊട്ടിയ? ആ, റൊട്ടി. അതായത് ബ്രെഡ് ആണ്. ഇത് ഫുഡിന്റെ. ഹായ്, ഗുഡ് മോർണിംഗ്. ഇവിടെ ഇത് വേറെ എന്തൊക്കെ ഫുഡ് സ്റ്റഫ് ഐറ്റംസ് ഉണ്ടോ? ഫുഡ് സ്റ്റഫ് ഐറ്റംസ്. നമ്മളതിൻ്റെ ഉള്ളിൽ കൂടെ കയറി കണ്ടിരിക്കാം. ഇവിടെ ആർക്കും ഒരു പ്രശ്നമില്ല. വീടെടുത്താലൊന്നും പെണ്ണുങ്ങളും ആണുങ്ങളും ആർക്കും ഒന്നും ഒരു കുഴപ്പമില്ല. എല്ലാവരും ഹാപ്പിയാണ്. ഓൾ ഫുഡ് സ്റ്റഫ്സ് ആണ്. Stuffs of food. Sama kacang yang goceng. Oh, sorry. Kacang yang goceng. Dek, kacang kedelai goceng dek. ആര് കണ്ടില്ല, ആര് ഫുള്ള് സാധനം ലോഡ് ചെയ്തിട്ടാ. ഇവിടെ ഒരു കൊച്ചും എടുക്കാനുണ്ട്, കൊച്ചും എടുക്കാൻ. ആ, സലാമത്ത് പാകി. പാകി, ഹായ്. പാകി. താക്കോത്ത് കുമിസ് ബിസാർ. താക്കോത്ത് ദാരി കുമിസ് ബിസാർ. ഓക്കെ. സുന്ദരിയായിട്ടുള്ള ഒരു പെണ്ണുണ്ട് കേട്ടോ. ചാന്തി കമ്മു ചാന്തി കളാപ്പ മേക്കിംഗ് കളാപ്പ കളാപ്പ. ഓക്കെ, താങ്ക് യു. അപ്പോൾ രാവിലത്തെ നടത്തുമായി ഞങ്ങൾ സാധനം വാങ്ങിച്ചിട്ട് തിരിച്ചു പോകണം. നമ്മളെ നാട്ടിൽ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ചെറിയുള്ളി, വെല്ലുള്ളി, എന്താ പറയുക, എല്ലാ സാധനവും കിട്ടും നാട്ടിലത്തെ. പിന്നെ നമ്മൾ ഉപയോഗിക്കണ മസാല അല്ല ഇവിടെ ഉപയോഗിക്കുക എന്നുള്ളത് മാത്രം. ഇപ്പം നിങ്ങൾ കണ്ട പച്ചക്കറിയിൽ നമ്മൾ അവിടെ കിട്ടാത്ത പോലെ ഇലകളുണ്ട്. ഇവിടെ പല പല ഇലകളുണ്ട്. ഇതിലൊക്കെ പല ഇലകളുണ്ട്, കിട്ടണതുകൊണ്ട് കിട്ടാത്തതുണ്ട്. ഇവിടെ രാവിലെ ഓരോ വീട്ടിലുള്ള ആൾക്കാർ വന്ന് ഇതൊക്കെ എന്താണെന്ന് അറിയില്ല കേട്ടോ. ഇതെന്തോ ഒരു ഫ്ലവർ പോലത്തെ സാധനം, പക്ഷെ അത് കുക്കിങ്ങിനുള്ളതാണ്. പല കടകൾ പല മാതിരിയാണ്. മുഴുവൻ നീളം മാർക്കറ്റ്. ഇവിടെ ഇത് ബനാന മാത്രം കേട്ടോ. ഇവിടെ ബനാനൻ്റെ പല ടൈപ്പ് കേട്ടോ. നമ്മുടെ നാട്ടിലത്തെ മൈസൂർ പഴം ഉണ്ട്, നേന്ത്രപ്പഴം ഉണ്ട്. പിന്നെ ഇവിടെ ലൈവ് ഫിഷ് ആട്ടോ. അത് ലൈവ് ഫിഷ് കണ്ടില്ല നിങ്ങൾ? നമ്മുടെ നാട്ടിലത്തെ തിലോപ്പിയ പോലത്തെ വർഗത്തിൽപ്പെട്ട മീനുകൾ. അതോടൊപ്പം തന്നെ ചിക്കൻ ഉണ്ട്. എന്താ പറയുക, സംഭവം ഇതൊക്കെ ഉണക്ക മീനുകളാട്ടോ. ഉണക്ക മീനുകളാണ്, ഇല ഐറ്റംസാണ്. ഇതൊക്കെ എന്തൊക്കെ ഇല എന്നാൽ ഇവിടെ ഈ കപ്പൻ്റെ ഇലൊക്കെ വരെ കഴിക്കും തോന്നുന്നു. കപ്പൻ്റെ ഇല. ഇതിവിടെ ഓയിൽ, പാം ഓയിൽ. ഇവിടെ മംഗോസ്റ്റീൻ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ കൂടുതൽ മംഗോസ്റ്റീൻ. ഇപ്പം ഞങ്ങൾ മംഗോസ്റ്റീൻ വാങ്ങിക്കാൻ പോകും. ഇതെന്തായാലാണ് സാബിർ ഭായ്? സാബിർ ഭായ് ഇതെന്തല്ല? മധുരക്കിഴങ്ങ. അപ്പോൾ എല്ലാത്തിൻ്റെ ഇലകളുണ്ട് ഇവിടെ. അതൊക്കെ ഇവർ കഴിക്കും, എല്ലാം കഴിക്കും. പിന്നെ ഇവിടെ ഇത് ചോറുണ്ടോ? ഇത് ചോറ് എങ്ങനെയാണെന്ന് അറിയാം. ഇവർ ഇലയിൽ പൊഴിഞ്ഞിട്ട്. പിന്നെ അതുപോലെ തന്നെ മസാലകൾ, പല ഐറ്റം മസാല. ഇത് തേങ്ങൻ്റെ കച്ചവടക്കാരാട്ടോ. തേങ്ങൻ്റെ ഈ സൈസായിട്ട് ഞാൻ എപ്പോഴും നേരത്തെ പറഞ്ഞില്ലേ, ഈ സൈസ് കണ്ടില്ല നിങ്ങൾ മൊത്തം. പിന്നെ ഇവിടെ ഉള്ള ആൾക്കാർ മൊത്തം സിഗരറ്റ് വലിക്കിൻ്റെ മെയിൻ ആൾക്കാർ. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം, അവിടെ നോക്കിയാൽ കാണാം, ഇവിടെ ഇരിക്കുന്ന ആളെ കാണാം. ഭയങ്കര വലിയാണ് ഇവിടെ. മെയിനായിട്ട് എല്ലാ ആൾക്കാർക്കുള്ള ഒരു ദുശീലാണ് ഇന്തോനേഷ്യയിൽ
സിഗരറ്റ് വലി പലതരം ഇലകളുണ്ട്. ഈ ഇതിൻ്റെ പേര് നമുക്കറിയില്ല. എന്തായാലും ഈ മാർക്കറ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം എന്നുള്ളതാണ്. പിന്നെ നമ്മളെ ഈ യാത്രക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഇത് തുടങ്ങിയത് യൂട്യൂബ് ചാനൽ. ഇപ്പം ഏകദേശം 500-ൻ്റെ അടുത്ത് ഫോളോവേഴ്സ് ആയിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും ഫോളോ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്താൽ നമ്മൾ സ്ഥിരമായിട്ട് പല രാജ്യങ്ങളിലൊക്കെ കറങ്ങാൻ പോകും. അതുപോലെ നിങ്ങൾക്കും കാണാൻ കാഴ്ചകൾ, നമുക്കും കാണാൻ കാഴ്ച. ഓക്കെ, ഇവിടെ വേറെയും പല ഐറ്റം സാധനങ്ങൾ പ്രൊഡക്ട്സ്, പല ഐറ്റം പ്രൊഡക്ട്സ് ഉണ്ട്. ഇത് പച്ചക്കറി അല്ല, ഇതെന്താ സാധനം? തക്കാളിൻ്റെ കണ്ടില്ല നിങ്ങൾ? തക്കാളിൻ്റെ ചെറിയ തക്കാളികൾ, മറ്റേ ചെറിയ ടൊമാറ്റോ എന്ന് തോന്നുന്നത്. മുളകുകൾ പല ടൈപ്പ് കേട്ടോ, പല ടൈപ്പ് മുളക്. നമ്മൾ അവിടെ കിട്ടുന്ന ആ മുളകിൻ്റെ വേറെ ടൈപ്പ് കേട്ടോ. ചെറിയ ഉള്ളിയാണത്. പിന്നെ ഇവിടെ ഉണ്ട് ഐറ്റംസ്, കസ്, ഇത് നമ്മളെ കുക്കുംബർ ഒക്കെ, വെളുത്തുള്ളി ഇവിടെ ഇരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് പറ്റിയ സാധനങ്ങളൊക്കെ കേട്ടോ, മസാല പോലുള്ളത്. അപ്പോൾ ഖബർ സലാമത്ത് പാകി. ഇതെന്തൊക്കെ സാധനങ്ങൾ കേട്ടോ, കുറേ ഐറ്റം ഉണ്ട്. പിന്നെ അവിടെ കുറേ വയസ്സായ ആൾക്കാരെ കണ്ടില്ല, രാവിലെ തന്നെ മാർക്കറ്റിൽ ഇറങ്ങിയിരിക്കുന്നത്. എല്ലാവരും പെരയില് ഇതൊരു നടത്തും കൂടെയാണ്. കാരണം ഞാൻ ഇത് മധുരക്കിഴങ്ങുണ്ട് അവിടെ കിടക്കുന്നത്. എന്തൊക്കെ റിപ്പീറ്റായിട്ടൊക്കെ പറയുന്നുണ്ട്. ഞാൻ നോക്കിയിട്ട് എഡിറ്റ് ചെയ്യുമ്പോൾ നേരെ ഉണ്ടെങ്കിലൊക്കെ ഒഴിവാക്കി റിപ്പീറ്റ് ഒഴിവാക്കൂട്ടാ. എന്താ ബാബു അത്? മംഗോസ്റ്റിൻ ഫ്രഷാ? അപ്പോൾ ഞാൻ ഒന്ന് നോക്കട്ടെ, ടേസ്റ്റ് ചെയ്യട്ടെ. അത് പിടിച്ചോളി. മാംഗോസ്റ്റിനാണ് കളഞ്ഞ് പറഞ്ഞ സൂപ്പറാ. വീണു പോയി. അടിപൊളിയാ, എന്നാലും അടിപൊളിയാ. മാംഗോസ്റ്റിൻ സൂപ്പർ. ടേസ്റ്റ് ചെയ്യട്ടാ. ഓ സൂപ്പർ സൂപ്പർ, നല്ല ടേസ്റ്റാ. അടിപൊളി, സൂപ്പറാട്ടോ, നല്ല ടേസ്റ്റ്. തന്തല്ലാത്ത ഒരാൾ കേട്ടാ ഇത് തിന്നാൻ പോകണം. ഞങ്ങളൊക്കെ തന്തരായി എന്ന് പറഞ്ഞ. ഓക്കെ, അതായത് ഇന്തോനേഷ്യ വരുമ്പം നമുക്ക് നമ്മുടെ അഭിരുചിക്കനുസരിച്ചിട്ടുള്ള ഭക്ഷണം കിട്ടിക്കൊള്ളണമെന്നില്ല കേട്ടോ. പക്ഷെ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫ്രൂട്ട്സൊക്കെ തിന്ന് മരിക്കട്ടോ, അത്രയും അടിപൊളി ഫ്രൂട്ട്സ്. ഇതെന്തോ ഓക്കെ ഓക്കെ, ഇത് അതാണ് സിറപ്പാണ്. ഇതിനിവിടെയും വെച്ചിട്ടുണ്ട് മംഗോസ്റ്റിൻ കേട്ടോ. മംഗോസ്റ്റിനാണിത്. ഇത് പല ഐറ്റം ഫുഡുകൾ കേട്ടോ. നമ്മളെ നാട്ടിലത്തെ ഇതാണ് എന്താ പറയുക, സത്യ എല്ലാവരും നല്ല ഫ്രണ്ടിലാണ്. അപ്പോൾ ഇവിടെ ആൾക്കാരൊക്കെ ഫ്രണ്ടിലാണ്. ആൾക്കാർ ഫ്രണ്ടിലാണ് എല്ലാം. അവിടെ റെസ്റ്റോറൻ്റ് ഉണ്ട് കേട്ടോ വേറെ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്നറിയാം, ഇവിടുത്തെ നിങ്ങൾക്ക് ഇന്ത്യൻ ടേസ്റ്റ് ആവില്ല നമ്മളെ ഫുഡൊക്കെ. പക്ഷെ നല്ല വൃത്തിക്ക് ഹലാലായിട്ട് കഴിക്കാൻ പറ്റിയ ഭൂരിപക്ഷം പ്രദേശത്തും അങ്ങനെയാണ് കേട്ടോ. പക്ഷേ ചില ഭാഗങ്ങളിൽ ചിലപ്പോൾ പാമ്പ് അതൊക്കെ കിട്ടുമെന്ന് പറഞ്ഞേക്കാം. ഞങ്ങളിത് ഇവിടെ എവിടെയും കണ്ടിട്ടില്ല കേട്ടോ. പക്ഷെ ഇവിടെ ഉള്ള ഹലാൽ ഫുഡുകളൊക്കെ തന്നെയാണ്. പഴമാണ് കേട്ടോ. ഇനി പഴത്തിൽ തന്നെ നമ്മുടെ നാട്ടിലത്തെ എല്ലാവിധ പഴം ഇവിടെ കിട്ടുന്നതാ. ഇതൊക്കെ ഇപ്പോൾ ഞങ്ങളവിടെ മൈസൂർ പഴം എന്ന് പറഞ്ഞ സാധനം ഇട്ടത്. ഇത് വേറെന്തോ ഒരു ടൈപ്പ് പഴമാണ്. പിന്നെ അതുപോലെ തന്നെ നേന്ത്രപ്പഴമൊക്കെ ഇവിടെ സൈഡിൽ എവിടെയൊക്കെ ഉണ്ട്. ഗുഡ് മോർണിംഗ്, സലാമത്ത് പാക്കി. അതുപോലെ തന്നെ വേറൊരു ഫ്രൂട്ട്സിൻ്റെ ലോകമാണ് ഈ കാണുന്നത്. ഒരുപാട് ഫ്രൂട്ട്സുകളുടെ ലോകമുണ്ടോ. അതുപോലെ തന്നെ നമ്മളെ ദുരിയാൻ ഇതാണ് ദുരിയാൻ ഉണ്ടോ. ദുരിയാനുണ്ട് ഇവിടെ, സ്റ്റാർ ഫ്രൂട്ട്സ് ഉണ്ട്, മംഗോസ്റ്റിനുണ്ട്. ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഇന്തോനേഷ്യ എന്ന് പറയുന്നത് ഈ ഫ്രൂട്ട്സുകൾ കൊണ്ട് അനുഗ്രഹീതമായിട്ടുള്ള ഒരു രാജ്യത്താണ്. എത്ര പോലെ ഫ്രൂട്ട്സാണ് അതിൻ്റെ ഉള്ളിലൊക്കെ. നിങ്ങൾ നോക്കി ഇതുപോലെ ഒരുപാട് കടകൾ കേട്ടോ. ഡ്രാഗൺ ഫ്രൂട്ട്സ്, സ്നേക്ക് ഫ്രൂട്ട്സ്, ഇഷ്ടംപോലെ ഫ്രൂട്ട്സുള്ള രാജ്യം. ഗുഡ്, ഓക്കെ, താങ്ക് യു. എന്തായാലും വീഡിയോ അവിടെ വെച്ച് ചുരുക്കുകയാണ്. ഒപ്പമുള്ള ആൾക്കാരൊക്കെ ഇന്ന് ഞങ്ങൾ ജക്കാർത്തയിൽ പോകേണ്ടപ്പോൾ ഞങ്ങൾ ഒപ്പമുള്ളവരൊക്കെ അതാ ഓടണം. ഇപ്പോൾ വീഡിയോസൊക്കെ മര്യാദക്ക് എടുക്കാൻ പറ്റില്ല. ഏതോ ഒരു മദ്രസയാണ്, എന്തോ അത് സ്കൂളാണ്. അവിടെ വീഡിയോ തൽക്കാലം ഇവിടെ വെച്ചിട്ട് നിർത്താം. വീണ്ടും പുതിയ കാഴ്ചകളുമായി
ഇന്തോനേഷ്യയിൽ നിന്ന് നമ്മൾ വരും കേട്ടോ. ഇതെന്തോ ഒരു പെർഫ്യൂമിന്റെ കട കേട്ടോ. അപ്പൊ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്താൻ പോകട്ടോ. ഞങ്ങള് ട്രഡീഷണൽ മാർക്കറ്റ് അടിപൊളിയായില്ലേ, ഫ്രൂട്ട്സുകളൊക്കെ കുറെ കിട്ടി. ഫ്രൂട്ട്സ് ഞങ്ങൾ വാങ്ങിച്ച് ഇന്തോനേഷ്യയിലത്തെ ട്രഡീഷണൽ മാർക്കറ്റ്. അപ്പൊ ഇനി എന്തായാലും ജക്കാർത്തയിൽ നമ്മൾ പോയി വന്ന വഴി കേട്ടോ അത്. ജക്കാർത്തയിലെ കാഴ്ചകളുമായിട്ട് ഞങ്ങൾ വരും. ഇത് ശരിക്കും പറഞ്ഞാൽ ജക്കാർത്തയിൽ നിന്ന് ഒരു 45-50 കിലോമീറ്റർ വിട്ട് ബൊഗോർ എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ. ബൊഗോർ സിറ്റി. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.